സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം അഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. വിഗതസകലഭേദം സ്വപ്രകാശേന വേദ്യം ബഹിരപി ഹൃദി പൂർണ്ണം ശാന്തബോധസ്വഭാവം പ്രകൃതിവികൃതിഹീനം ബന്ധമുക്ത്യോർവിമുക്തം ഹൃദി കലയ സദാ ത്വം ശുദ്ധബുദ്ധ്യാ ച ഭക്ത്യാ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം തത്സ. ഹരി ഹരി. നമുക്ക് എല്ലാവർക്കും കൂടി 3 തവണ പതിവ് പോലെ ഓങ്കാര ജപ തപോനുഷ്ഠാനം നടത്താൻ ലോകത്തിൻ്റെ ഒട്ടാകെ നന്മയ്ക്കും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി. കണ്ണടച്ച് ആകാവുന്നിടത്തോളം നിവർന്നിരുന്ന് കൈകോർത്ത് മടിയിൽ വെച്ച് വായും മനസ്സും തുറന്ന് കൂടെ ജപിക്കൂ. ഇതാ ഓ അതുപോലെ എല്ലാവരും ഒന്ന് അഴഞ്ഞ മട്ട പോരാ. ഇതാ ഓ ഇവിടെ എഴുതിയിട്ടുള്ള ശ്ലോകം നോക്കേണ്ടവർക്ക് നോക്കാം, നിങ്ങളുടെ കയ്യിലും ഉള്ളത്. മയ്യനന്തമഹാം ബോധൗ മയ്യനന്തമഹാംബോധൗ ആശ്ചര്യം ജീവവിജയഃ ആശ്ചര്യം ജീവവിജയഃ മയ്യനന്തമഹാം ബോധൗ മയ്യനന്തമഹാംബോധൗ ആശ്ചര്യം ജീവവിജയഃ ആശ്ചര്യം ജീവവിജയഃ ഉദ്യന്തി ഘ്നന്തി ഖേലന്തി ഉദ്യന്തി ഘ്നന്തി ഖേലന്തി പ്രവിശന്തി സ്വഭാവതഃ പ്രവിശന്തി സ്വഭാവതഃ ഉദ്യന്തി ഘ്നന്തി ഖേലന്തി ഉദ്യന്തി ഘ്നന്തി ഖേലന്തി പ്രവിശന്തി സ്വഭാവതഃ പ്രവിശന്തി സ്വഭാവതഃ. ഇനി ആദ്യം മുതൽക്കുള്ള 2-3 ശ്ലോകങ്ങൾ ചൊല്ലാം.
കഥം ജ്ഞാനമവാപ്നോതി കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ് ബ്രൂഹി മമ പ്രഭോ ഏതദ് ബ്രൂഹി മമ പ്രഭോ മുക്തിമിച്ഛസി ചേത്താത മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ വിഷയാൻ വിഷവത്യജ ക്ഷമാർജവദയാതോഷ ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ സത്യം പീയൂഷവദ്ഭജ ന പൃഥ്വീ ന ജലം നാഗ്നിഃ ന പൃഥ്വീ ന ജലം നാഗ്നിഃ ന വായുർദ്യൗർന വാ ഭവാൻ ന വായുർദ്യൗർന വാ ഭവാൻ യേഷാം സാക്ഷിണമാത്മാനം യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ ചിദ്രൂപം വിദ്ധി മുക്തയേ. ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത് ദ്വൈതമൂലമഹോ ദുഃഖം ദ്വൈതമൂലമഹോ ദുഃഖം നാന്യത്തസ്യാസ്തി ഭേഷജം നാന്യത്തസ്യാസ്തി ഭേഷജം ദൃശ്യമേതന്മൃഷാ സർവം ദൃശ്യമേതന്മൃഷാ സർവം ഏകോഹം ഛിദ്രസോമലഃ ഏകോഹം ഛിദ്രസോമലഃ. ഇതല്ലേ നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 2:17 ബോധമാത്രോഹമജ്ഞാനാത് ബോധമാത്രോഹമജ്ഞാനാത് ഉപാധിഃ കൽപ്പിതോ മയാ ഉപാധിഃ കൽപ്പിതോ മയാ ഏവം വിമൃശതോ നിത്യം ഏവം വിമൃശതോ നിത്യം നിർവികൽപേ സ്ഥിതിർമമ നിർവികൽപേ സ്ഥിതിർമമ ബോധമാത്രോഹമജ്ഞാനാത് ബോധമാത്രോഹമജ്ഞാനാത് ഉപാധിഃ കൽപ്പിതോ മയാ ഉപാധിഃ കൽപ്പിതോ മയാ ഏവം വിമൃശതോ നിത്യം ഏവം വിമൃശതോ നിത്യം നിർവികൽപേ സ്ഥിതിർമമ നിർവികൽപേ സ്ഥിതിർമമ. നിങ്ങളെല്ലാവരും ഓർമ്മ വയ്ക്കണം. എന്ത്? നമുക്ക് 4 തലത്തിലാണ് പ്രവൃത്തികൾ. ആ പ്രവൃത്തികൾക്കുള്ള ഫലം കൊണ്ടാണ് നമ്മുടെ ജീവിതം നടക്കുന്നത് തന്നെ. ഒന്ന് ദേഹതലം, ഇന്ദ്രിയതലത്തിലുള്ള പ്രവൃത്തി. അതിന് ഏറ്റവും ചുരുങ്ങിയ ഫലമാണ്. പിന്നെ വായ കൊണ്ട് ആർട്ടിക്കുലേഷൻ, അതാണ് രണ്ടാമത്തെ പ്രവൃത്തി. ഇത് രണ്ടുമാണ് പുറത്തുനിന്ന് നമുക്ക് കണ്ടു ഗ്രഹിക്കാൻ പറ്റാവുന്നത്. പിന്നെയാണ് മനസ്ഥലത്തിലുള്ള മനന പ്രക്രിയ. അത് കഴിഞ്ഞാൽ ബുദ്ധി, ബൗദ്ധതലം, ആ തലത്തിലുള്ള ആലോചന, വിചാരം, വിമർശം. ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഇത് നമ്മുടെ സാധനയിലോ ഭക്തിയിലോ യോഗത്തിലോ എവിടെ ആയാലും ഈ അടിസ്ഥാന സത്യത്തിനും താരതമ്യ പഠനത്തിനും ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ദേഹതലത്തിൽ നടത്തുന്ന എന്ത് പ്രവൃത്തികൾക്കും ചുരുങ്ങിയ ഫലമാണ്. 1 വാചികത്തിന് 10, മനസ്സുകൊണ്ട് ചെയ്യുന്നതിനോ 100, ബുദ്ധി കൊണ്ട് ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നതിനോ അതിന് 1000 ഫലമാണ്. ഇവിടെ ഇപ്പോൾ ബുദ്ധിതലത്തിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. കുരുക്ഷേത്രത്തിൽ അർജുനൻ വല്ലാതെ കരഞ്ഞ് വിതുമ്പി തകർന്നു.
ആ അർജുനൻ എനിക്ക് സഹിക്കുവയ്യേ, ദുഃഖമെന്നെ ഇതാ ഇന്ദ്രിയങ്ങളെ പൊള്ളിക്കണു, അതിനെന്തെങ്കിലും ശമനമുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി, ബാക്കിയൊന്നും എനിക്ക് കേൾക്കണ്ട കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളോട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ തലയിൽ വെള്ളം കൊണ്ടൊഴിച്ചിട്ട് കാര്യമില്ലല്ലോ, മനസ്സല്ലേ കാര്യം. ആ മനസ്സിനെ തട്ടി ഉണർത്താൻ വേണ്ടി കൃഷ്ണന് ചെയ്യാൻ സാധിക്കുന്നതോ ലോകത്തിൽ ആർക്കും എപ്പോഴും ചെയ്യാൻ കഴിയുന്നതോ ആണ് സംസാരിക്കുക. അതാണ് ഈ സംവാദം എന്ന് പറയുന്നത്. അതിന് മാത്രമേ ചെവിയുടെ ഉള്ളിൽ കൂടി അകത്ത് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. സംസാരം മറ്റൊരാൾ സംസാരിച്ചിട്ട് വേണം കേൾക്കാൻ. പുസ്തകമാണെങ്കിൽ നമ്മൾക്ക് കയ്യിൽ വെച്ച് എവിടേക്ക് വേണമെങ്കിൽ പോകാൻ, തുറന്ന് വായിക്കുകയും ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന്. നമ്മുടെ ഇഷ്ടത്തിന് ഒരാൾ സംസാരിച്ചു എന്ന് വരില്ല, കിട്ടുന്ന സന്ദർഭം വളരെ കുറവാണ്. അപ്പോൾ ആ ബുദ്ധിതലത്തിലുള്ള പ്രവർത്തനമാണ് എന്ന് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഞാൻ 2 ശ്ലോകം ആദ്യം ചൊല്ലി. അതിൽ രണ്ടാമത്തത് ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി തതോദയതേ വിവേക. ശ്രീമദ് ഭാഗവതത്തിലുള്ള ഒരു ശ്ലോകമാണിത്. അതാണ് നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളമുള്ള വിവരണം. എന്താ ആ ശ്ലോകത്തിൽ പറയണത്? ബഹുജന്മങ്ങളായി സമ്പാദിച്ചിട്ടുള്ള ഭാഗ്യം, പുണ്യം, അതുകൊണ്ട് മാത്രമേ മനുഷ്യന് സത്സംഗം കിട്ടുള്ളൂ അത്രേ. എന്താണ് ഈ സത്സംഗം? കൃഷ്ണൻ അർജുനന് നൽകിയത്, പരീക്ഷത്തിന് ശുഗമഹർഷി നൽകിയത്, ശ്രീരാമന് വസിഷ്ഠ മഹർഷി നൽകിയത്, ജനക മഹാരാജാവിന് അഷ്ടാവക്ര മഹർഷി നൽകുന്നത്. സത്സംഗം എന്ന് പറഞ്ഞാൽ സത്തിനെക്കുറിച്ചുള്ള തത്വപ്രവചനം, അത് കേൾപ്പിക്കുക എന്നുള്ളതാണ് സത്സംഗത്തിൻ്റെ ഉദ്ദേശം. ആ സത്സംഗം കിട്ടണമെങ്കിൽ വളരെയധികം ജന്മങ്ങളിലുള്ള ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന, അനവധി ജന്മങ്ങളിലായി സമ്പാദിച്ചിട്ടുള്ള ഭാഗ്യം കൊണ്ടാണ് കിട്ടുക. അങ്ങനെ കിട്ടിയാലോ നമ്മുടെ മനസ്സിലുള്ള മോഹം, മഹാന്ധകാരം, അതിനെ നശിപ്പിച്ച് വിവേകം ഉദിക്കും മനസ്സിൽ. ആ വിവേകമാണ് അർജുനന് ഉദിച്ചത്. ആ വിവേകമാണ് ഉദ്ധവനും ഉണ്ടായത്. ആ വിവേകം എന്ന് പറയുന്നത് അത് ബുദ്ധിയിലാണ് ജനിക്കുക. അപ്പോൾ ആ ബുദ്ധിക്ക് എന്തെങ്കിലും ഒരു സാധന പ്രക്രിയ പദ്ധതി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും നൽകാൻ സാധിച്ചാൽ അതാണ് നാം ചെയ്യുന്ന പുണ്യപ്രവർത്തനങ്ങളിൽ എല്ലാറ്റിലും വെച്ച് ഏറ്റവും മികച്ചത്. അശ്വമേധ മഹായാഗമുണ്ടെങ്കിൽ അതിനേക്കാൾ വിഷ്ണു സഹസ്രനാമ സമൂഹ യജ്ഞത്തിൽ ചൊല്ലി നടക്കുന്ന ആ കർമ്മത്തെക്കാളുമൊക്കെ വിശേഷമാണ് മഹാവിഷ്ണു ആര്, എന്ത്, ഞാൻ ആര്, എന്താണ് സത്യം എന്നിങ്ങനെ ആലോചിച്ചിരിക്കാൻ പറ്റിയാൽ അതിനാണ് ഏറ്റവും വിശേഷം ഫലം. അത് മനസ്സിലാക്കിക്കോളൂ. ബോധമാത്രോഹമജ്ഞാനാത് ഉപാധി കൽപ്പിതോമയ. അഷ്ടാവക്രൻ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് മുഴുവൻ കേട്ട് ജനകൻ അത് ഉൾക്കൊണ്ട് സ്വാംശീകരിച്ച് തൻ്റെ ഉള്ളിൽ അലിയിച്ചും ലയിച്ചും ചേർത്തതിന് ശേഷം അദ്ദേഹം ഉടനെ ഉണ്ടായ അനുഭവങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ബോധമാത്രോഹം, ഞാൻ ബോധം മാത്രമാണ്. നിങ്ങളിത് സമ്മതിക്കോ? നിങ്ങൾ ശരീരം മാത്രമാണോ? ദ്രവ്യവും ഊർജവും മാത്രമാണോ? നിങ്ങൾ വീട് മാത്രമാണോ? ഭൂമി മാത്രമാണോ? ഭൂമിയിലാണ് താമസിക്കുന്നത്. അപ്പം നമ്മൾ ശരീരം മാത്രമാണോ അതോ ശരീരമല്ലാതെ വേറെ ഒന്ന് ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിലനിൽക്കുന്നുണ്ടോ? എന്താ പറയണേ? നിങ്ങൾ ശരീരം മാത്രം. അപ്പോൾ ഈ ശരീരത്തിനെ മറന്നാണല്ലോ കിടന്നുറങ്ങണത്. ആ സമയത്ത് ആൾ ചെത്തു എന്നൊന്നും നമ്മൾ പറയണില്ല, ഉറങ്ങി എണീക്കണു. അപ്പോൾ ആ ഉറക്ക സമയത്തിൽ ഉറങ്ങി എന്നുള്ള അനുഭവം ആർക്കുണ്ടായോ? ആ ഞാൻ, ഉണർന്നിരിക്കുന്ന ഞാൻ, ഉറങ്ങിയ ഞാൻ, സ്വപ്നം കണ്ട ഞാൻ. ഉറക്കവും സ്വപ്നവും ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഓർമ്മ നമുക്കുണ്ട്. ആ സമയത്ത് ഒരു പക്ഷേ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല ഞാനിതാ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വാമിജി ഞങ്ങളോട് സംസാരിക്കുന്നു തത്വപ്രവചനം, ഞങ്ങളതാ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രസൻറ്റ് ഫോമിൽ നമുക്ക് പറയാൻ പറ്റില്ല.
ഞാൻ ഉറങ്ങി 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 എന്നേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. ആ ഒരൊറ്റ തകരാറേ ഉറക്കത്തിലുള്ളൂ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ കഴിഞ്ഞു. ജീവിതത്തിൽ പിന്നെ പ്രശ്നമില്ല, എല്ലാം തീർന്നു, ജീവൻ മുക്തനായി. അപ്പം ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താ? എനിക്ക് പറയാനുള്ളത് ബോധമാത്രോഹം. ഒന്ന് പറയൂ. ബോധമാത്രോഹം. ഒന്ന് ഉറക്കെ പറയണപ്പാ. ബോധമാത്രോഹം. ബോധമാത്രോഹം. ഞാൻ ബോധം മാത്രമാണ്, ബോധം മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ വിട്ടുപിടിക്കുന്നതും പോയി വരുന്നതുമാണ്, പോയി വരുന്നതാണ് സർവ്വ അനുഭവങ്ങളും. ജാഗ്രത അവസ്ഥ പോലും വൈകുന്നേരം കിടന്ന് ഉറങ്ങി മറന്നു പോണു. ആ ഉറക്കം പോലും ഉണർന്ന് മാറി. സ്വപ്നം പോലും ഉറക്കത്തിൻ്റെ ഉള്ളിലുള്ളത് വിട്ട് നാം എഴുന്നേൽക്കുന്നു. അതൊക്കെ വന്നു പോകുന്നതാണ്. ഈ വരുത്തുന്നതും പോപ്പിക്കുന്നതുമാരാ? വന്നു പോകുന്നതിനെ അറിയുന്നതാരാ? ആ ഞാൻ അത് ഒരിക്കലും അസ്തമിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോപ്പാ? വിശ്വസിക്കുമോ? നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വിശ്വസിക്കുക. വേണ്ടത് അറിയുക, വേണ്ടത് പറയുന്നതിനൊപ്പം. ഞാൻ എന്ന് പറയുന്ന ഘടകം ഒരിക്കലും നമ്മളില്ലാതെയാവുന്നില്ല. ഈ വിശ്വപ്രപഞ്ചം മുഴുവനും എടുത്തു നോക്കിക്കോളൂ. അതിലൊരൊറ്റ സ്ഥലത്ത് നിങ്ങൾക്ക് മാറ്റമില്ലാത്ത ഒരു ഘടകം കണ്ടെത്താൻ പറ്റില്ല. ഈ ലോകത്തിൽ എല്ലാറ്റിലും കൂടി ഒരൊറ്റ എണ്ണാണ് മാറ്റമില്ലാത്തത്. താൻ അനുഭവിക്കുന്ന ഞാൻ എന്ന് സൂചിപ്പിക്കുന്ന ആ ഘടകം അല്ലെങ്കിൽ അധിഷ്ഠാനം, അത് മാത്രമേ മാറ്റമില്ലാത്തതായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് യൂറോപ്പിൽ. വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ ഓർ വേവ് ഓർ സംതിങ് ബിയോണ്ട് ഇറ്റ്? അതിൻ്റെ മറുപടി എന്താ? നോക്കി അന്വേഷിച്ച് നോക്കി അവരെന്തു പറയും? ദാ ഒന്നും കാണാനില്ല, ഇത്രയേ എനിക്ക് കാണാനുള്ളൂ കണ്ണുകൊണ്ട്. ആ കാണാനൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഉള്ളിൽ അവശേഷിക്കുന്നതോ എനിക്ക് കാണാനില്ല, ഞാനുണ്ടെന്നാ. അപ്പം നോക്കി അവസാനം ഞാൻ മാത്രം, ബാക്കിയൊന്നും ഇല്ലാതെ ആവുമ്പോൾ സത്യം എന്താണെന്ന് നിങ്ങൾ പറയൂ. ഒരാളും ഇല്ല പറയാൻ. എന്താ നിങ്ങൾക്ക് പറയാൻ വല്ല ചെങ്കില് വല്ല പിടുത്തുണ്ടോ? നോക്കുന്ന ആളുടെ മുൻപിൽ കാണപ്പെടാനൊന്നുമില്ലാതെയായി എനിക്കൊന്നും കാണാനില്ല എന്ന് പറയണു. ആ ഒന്നും കാണാനില്ല എന്ന വാക്കിന് പ്രമാണം എന്താ? നോക്കുന്നവൻ. ആ നോക്കുന്ന ഞാൻ, അതാണ് അന്തിമ സത്യം. നോക്കപ്പെടുന്നത് മുഴുവൻ ഇല്ലാതെയായി അവസാനം അവശേഷിക്കുന്നത് നോക്കുന്നവൻ്റെ സത്താവിശേഷമാണ്. ആ ബോധമാത്രോഹം പറയൂ. ബോധമാത്രോഹം ഞാൻ ബോധമാത്രമാണ്. എന്നാൽ പിന്നെ ഈ ശരീരം, മനസ്സ്, ബുദ്ധി ഇങ്ങനെ പലതിനെ പറ്റി പറയുന്നത് എന്താ? അജ്ഞാനാത്, അറിവില്ലായ്മ കൊണ്ട്. നിങ്ങൾ എത്ര പേര് ജനിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു വയസ്സിൽ ഒരിടത്തിരുന്ന് ഞാനിങ്ങനെ ഞാൻ എന്ന് കൊച്ചിൽ പറയാൻ തുടങ്ങിയതാണ്, ഇതേവരെ മാറ്റിയിട്ടില്ല, ബാക്കിയൊക്കെ മാറിപ്പോണു, ശരീരം തലമുടി നരച്ചു, പല്ല് വീണുപോയി, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഈ ഞാൻ എന്താ എന്നൊന്ന് നോക്കിക്കളയാമെന്ന് പറഞ്ഞ് കണ്ണടച്ച് ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? പരിശ്രമിച്ചിട്ടുണ്ടോ? എന്താ? തുറന്ന് പറയണപ്പം അത് നുണ പറയണോ? പരിശ്രമിച്ചിട്ടില്ല. ആ പരിശ്രമിക്കാത്തത് കൊണ്ടാണ് ഉപാധി കൽപ്പിതോമയ. ഞാൻ ശരീരമാണ്, അല്ലെങ്കിൽ മനസ്സാണ്, ബുദ്ധിയാണ്. മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സുഖമാണ് ഞാൻ, ദുഃഖമാണ് ഞാൻ സുഖി എന്നൊരാൾ പറയുമ്പോൾ മുത്തൻ നുണയാ പറയണത്. ഞാൻ സുഖിയാണെങ്കിൽ പിന്നെ ഞാൻ ദുഃഖിയാവുമോ? എന്താ നിങ്ങൾ മിണ്ടാത്തെ? ഞാൻ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞാൽ കുറുക്കനാവുമോ? അപ്പം ഞാൻ സുഖി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സുഖിയായിട്ട് തന്നെ ഇരിക്കും. അഗ്നിക്ക് ചൂടാണ്, കുറച്ച് കഴിഞ്ഞാലോ തണുത്തു എന്ന് പറയുമോ? അപ്പം തൻ്റെ ഗുണം ഒരിക്കലും തന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ട് അകന്നു പോവില്ല.
അപ്പോൾ വാസ്തവത്തിൽ ബോധമാത്രം ഉറങ്ങിയപ്പോൾ ഈ ഞാൻ പോയോ പോയില്ല, ഉണർന്നിരിക്കുമ്പോൾ അതിന് വല്ല കോട്ടവും വന്നോ വന്നില്ല, സ്വപ്നം കാണുമ്പോൾ മാറിയോ മാറിയില്ല. 3 മുറിയുള്ള ഒരു വീട് കെട്ടിയുണ്ടാക്കി, റൂം നമ്പർ 1, 2, 3 അതിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഈ 3 മുറിയിൽ ഏതെങ്കിലും ഒരു മുറിയിൽ ഞാൻ എപ്പോഴും ഉണ്ടാവും. ഒന്നിലധികം മുറികളിൽ ഇല്ല. ഒന്നിലോ 1-ാം നമ്പർ മുറിയിൽ കാണാം, അല്ലെങ്കിൽ 2-ൽ കാണാം, അല്ലെങ്കിൽ 3-ൽ കാണാം. ഈ 1, 2, 3 മുറികളിൽ 3 അവസ്ഥകളായി നമ്മളിങ്ങോട്ട് നീക്കുമ്പോൾ 1-നെ വിട്ട് 2-ഉം 2-നെ വിട്ട് 3-ഉം 3-നെ വിട്ട് 1-ലേക്കൊക്കെ നമ്മൾ വരാറുണ്ട്. ഇവിടെ വിട്ടുവരാത്തൊരു ഘടകമുണ്ടെങ്കിൽ ആ പോകുന്നവനും ഇരിക്കുന്നവനുമാ ഞാൻ. അതാണ് അതിനെ 4-മത്തത് എന്ന് പറയുന്നത്. ചതുർത്ഥം തുരീയം എന്ന് പറയുന്നത് അതാണ്. ആ 4-മത്തെ ഘടകമാണ് ഈ 3 എണ്ണത്തിനെ വരുത്തിയും പോപ്പിച്ചു കൊണ്ടുമിരിക്കുന്നത്. ബോധമാത്രോഹം അജ്ഞാനാത്, അജ്ഞാനം കൊണ്ടാണ്. ഉപാധി കൽപ്പിതോ മയാ, എനിക്ക് ശരീരമുണ്ട്, ഞാൻ ശരീരമാണ്, എനിക്ക് മനസ്സുണ്ട്, മനസ്സാണ്, സുഖമുണ്ട്, സുഖമാണ്, ദുഃഖമാണ്. ഇങ്ങനെ പല വിശേഷണങ്ങളും ഉപയോഗിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടും പരിശോധനയില്ലാത്തത് കൊണ്ടുമാണ്. ഏവം വിമർശതോ നിത്യം, ഇങ്ങനെ എന്നെക്കുറിച്ചും എൻ്റെ അവസ്ഥകളെക്കുറിച്ചും എൻ്റെ ഉണർവിനെക്കുറിച്ചും വന്നു പോകുന്ന ഘടകങ്ങളെക്കുറിച്ചും എന്നാൽ വരാതെയും പോകാതെയും ഇരിക്കുന്ന അധിഷ്ഠാനത്തെക്കുറിച്ചും ആലോചിച്ച് എന്താ പറയണത്? ഏവം ഇപ്രകാരം വിമർശതഃ നിത്യം, ഇങ്ങനെ ബുദ്ധി കൊണ്ട് ആലോചിച്ചും വിചാരിച്ചും വിമർശിച്ചും ഇരിക്കുന്ന ഞാൻ നിർവികൽപ്പേ സ്ഥിതിർമമ. നിർവികൽപ്പം എന്നുള്ള വാക്കിന് അർത്ഥം നിസ്സംശയം എന്നാണ്. വികല്പം എന്ന് പറഞ്ഞാൽ സന്ദേഹം, ഡൗട്ട്, അതില്ലാത്ത നില. സന്ദേഹം എപ്പോഴാണ് വരിക? എവിടെ ഞാനും ഞാനല്ലാത്ത ഒന്നും ഉണ്ടോ അപ്പോൾ സംശയമായി, സന്ദേഹമായി. ഇവിടെ സന്ദേഹപ്പെടുത്താനൊന്നുമില്ല, താൻ മാത്രം, ബോധമാത്രമാണ് ഞാൻ. ആ ബോധമാണ് സുഖമായും ദുഃഖമായും ഓർമ്മയായും മറവയായും നല്ലതായും ചീത്തയായും പലതരത്തിലും പല പ്രകാരത്തിലും കിടന്ന് കളിക്കുന്നത് ഈ ബോധമാണ്. ആ ബോധം എന്നുള്ള നിലയ്ക്ക് ഒരു വ്യത്യാസവുമില്ല. അഗ്നി കൊണ്ട് പല പ്രവർത്തനങ്ങളും ചെയ്യാം. പക്ഷേ ആ അഗ്നി തൻ്റെ ഔഷ്ണ്യം, പ്രകാശം എന്ന 2 ഗുണമേ അതിനുള്ളൂ. പ്രധാനപ്പെട്ട ഔഷ്ണ്യത്തിനാണ് അഗ്നിയെ തേടുന്നത്. ആ ഔഷ്ണ്യം വിട്ടിട്ടൊരഗ്നിയില്ല. അഗ്നി ഉണ്ടോ അവിടെ ചൂടുമുണ്ട്, ചൂടുണ്ടോ അഗ്നി ഉണ്ടെന്ന് പറഞ്ഞുകൂടാ, വേറെ സാധനങ്ങളും ചൂടുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഏവം വിമർശതഃ എന്ന്. ഇത്തരത്തിലുള്ള വിചാരം ആ വിചാരം അതാണ് വളരെ വിശേഷം. നല്ല പോലെ വിമർശനം ചെയ്യുന്നുണ്ടല്ലോ. ആ വിമർശനം ചെയ്ത് നിർവികൽപ്പേ സ്ഥിതിർമമ. ഈ നിർവികൽപ്പം അതിന് സമാധി എന്ന് ഇവിടെ കൂട്ടിച്ചേർക്കരുത്. ആ നിർവികൽപ്പ സമാധി, അതിൽ മമസ്ഥിതി, എനിക്കതിൽ സ്ഥിതി ഉറച്ചു കഴിഞ്ഞു, ഞാൻ അതിൽ ചെന്ന് പെട്ടു, അതിലിരിക്കണു, എനിക്കതിന് ഇടയിളക്കമില്ല, ഇളകാതെ അചഞ്ചലമായി ഞാൻ നിർവികൽപ്പനായിട്ടിരിക്കുക. ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും താൻ ആരാ? ബോധമാത്രോഹം. എന്തെങ്കിലും മുറി പറ്റി മുള്ളുകുത്തി വേദനിച്ചിട്ട് ഇങ്ങനെ എന്ന് പറയുമ്പോഴും താൻ ആരാ? ഈ വേദനയെ അറിയുന്ന ഞാൻ എന്ന് പറയും. കേൾക്കണുണ്ടോ നിങ്ങൾ? വേദനയില്ല എന്നല്ല, വേദനയുള്ളത് അനുഭവിക്കുമ്പോൾ ഞാനിതാ വേദന അനുഭവിക്കണു, എൻ്റെ ശരീരത്തിൽ മുള്ളുകുത്തി, ആ ശരീരത്തിൻ്റെ ഘടനാവിശേഷം കൊണ്ട് അത് വേദനയായി അറിയപ്പെടുകയാണ്. ഞാനതിലില്ലേ, ഞാൻ ബോധമാത്രമാണ് എന്ന് അപ്പോഴും പറയും. കല്യാണം കഴിച്ചാലും കുട്ടിയുണ്ടായാലും പണം കൈവന്നാലും എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും കാറ് വാങ്ങിയാലും അത് വിറ്റ് പുതിയത് കൈക്കൊണ്ടാലും എന്തു തന്നെ വന്നാലും ഞാൻ ബോധമാത്രനാണ്. ആ ഉണർവ് അനുണർവാകുന്നില്ല. ദി കോൺഷ്യസ്നെസ് നെവർ ബിക്കംസ് അൺകോൺഷ്യസ്നെസ് ഓർ അതർവൈസ്. ഇറ്റ് റിമെയിൻസ് എവർ ദ സെയിം, എവർ ദ സെയിം, എവർ ദ സെയിം. ആ ഒരു ഉറപ്പെനിക്കുണ്ട്. നിർവികൽപ്പേ സ്ഥിതിർമമ. ഞാൻ ഉറങ്ങിക്കോട്ടെ, ഉണർന്നിരുന്നോട്ടെ, സ്വപ്നം കണ്ടോട്ടെ,
ഈ മൂന്നെണ്ണത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം വന്നു പോകുന്നുണ്ടോ വന്നു പൊക്കോട്ടെ, പക്ഷേ ഞാൻ ബോധമാത്രമാണ്, ബോധമാത്രമാണ്. കുട്ടി എന്നെ അച്ഛാന്ന് വിളിക്കുമ്പോഴും അമ്മാന്ന് വിളിക്കുമ്പോഴും ഞാൻ ബോധമാത്രമാണ്. അതല്ലാതെ ഒരിക്കലും ആവുന്നില്ല. ഈ ഒരു ഉറപ്പ് വന്നാൽ നിർവികൽപ്പ സമാധിയായി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ജനകൻ പറയാണ്, ഈ തത്വവിചാരം കൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു? നിർവികൽപ്പൻ, ഒരു വിധത്തിലുള്ള സന്ദേഹമോ ഇളക്കമോ ചാഞ്ചല്യമോ ഇല്ലാതെ ആയി തീർന്നിട്ടുണ്ട് എൻ്റെ മനസ്സ്. നിർവികൽപ്പേ സ്ഥിതിർമമ ബോധമാത്രോഹമജ്ഞാനാത്. അപ്പം ഞാൻ ശരീരമാണ്, അതാണ് ഇതാണ്, എനിക്ക് ഇങ്ങനെ അങ്ങനെ പോണം വരണം, പോയി വന്നു, മുൻജന്മം പിൻജന്മം, വൈകുണ്ഠം കൈലാസം, ഇങ്ങനെ പല കാര്യങ്ങളെപ്പറ്റിയും നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? പറയുന്നത് ഈ വിചാരം വിചാരം എന്ന് പറയുന്ന ഗുണം ഇല്ലാത്തതിനാലാണ്. അതാണ് പറയാൻ കാരണം. ഇനി അടുത്ത ശ്ലോകം. നമേ ബന്ധോസ്തി മോക്ഷോ വാ ഭ്രാന്തി ശാന്ത നിരാശ്രയാ അഹോ മയി സ്ഥിതം വിശ്വം വസ്തുതോ ന മയി സ്ഥിതം. ഈ ശ്ലോകങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് എനിക്ക് ഒത്തിരി സംശയം വരുന്നത്. ഞാനിത് അർത്ഥം പറയട്ടെ. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമോ? കൂടെയുള്ളവർ കൈയൊന്ന് പൊന്തിക്കാൻ. ശരി, അപ്പോഴേ ഒരു ഉത്സാഹമുള്ളൂ പറയാൻ. എന്താ അവിടെ പറയുന്നത്? നിങ്ങളെല്ലാവരും എനിക്ക് ജന്മജന്മങ്ങളായി ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ബന്ധം എപ്പോഴെങ്കിലും പോയി കിട്ടണേ, ഈ ജന്മത്തിൽ അല്ലെങ്കിൽ 10 ജന്മം കഴിഞ്ഞിട്ടെങ്കിലും എന്ന് പറയുന്നവരാ. ആ വക സങ്കല്പങ്ങളെയൊക്കെ ഉടച്ച് കുപ്പത്തൊട്ടിയിലിടും. മിണ്ടരുത്, മിണ്ടരുത്. ആ സങ്കല്പങ്ങളൊക്കെ നിങ്ങളുടെ സങ്കല്പങ്ങളാണ്, നമ്മുടെ പൂർവികരുടെ സങ്കല്പങ്ങളാണ്. ജന്മമുണ്ടെന്ന് ജന്മം പറഞ്ഞിട്ടില്ല, മരണമുണ്ടെന്ന് മരണം പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരാൾ മരിച്ച ആളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഞാൻ മരിച്ചു എന്ന് പറയാൻ? ആരെങ്കിലും ഒരാൾക്ക് സ്വന്തം ജന്മം അനുഭവമാണോ? അല്ല. ജന്മവും അനുഭവമല്ല, മരണവും അനുഭവമല്ല. ജന്മത്തിൻ്റെ കാര്യത്തിൽ പിന്നെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു ധരിപ്പിച്ചു, പറഞ്ഞു കേൾക്കാറുമുണ്ട്. ശരി, മരണോ? ആ ആള് പോയി. ഈ ആള് പോയി എന്ന് പറയുന്നതല്ലാതെ ഞാൻ പോയി എന്നൊരാളും പറയുന്നില്ല അവിടെ. അപ്പോൾ പോയി എന്നുള്ള അനുഭവം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ എന്തിനാ വച്ച് പരിപാലിക്കുന്നത്? വെറും മൂഢത, വെറും അജ്ഞാനം. അതൊരു ദൂഷ്യമല്ല, നമ്മളുടെ ബുദ്ധിയെയും മനസ്സിനെയും ആവരണം ചെയ്ത് നിൽക്കുന്ന ഒരു ആവരണമാണ്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ പറയാണ് നമേ ബന്ധോസ്തി മോക്ഷോ വാ. പറയൂ. നമേ ബന്ധോസ്തി മോക്ഷോ വാ ഭ്രാന്തി ശാന്ത നിരാശ്രയാ. ഭ്രാന്തി ശാന്ത നിരാശ്രയാ അഹോ മയി സ്ഥിതം വിശ്വം. അഹോ മയി സ്ഥിതം വിശ്വം വസ്തുതോ ന മയി സ്ഥിതം. വസ്തുതോ ന മയി സ്ഥിതം. പറയട്ടെ, എനിക്ക് ബന്ധമില്ല, മോക്ഷവുമില്ല. ബന്ധമുണ്ടെങ്കിലേ മോക്ഷമുള്ളൂ, ബന്ധമില്ല മോക്ഷവുമില്ല. ഭ്രാന്തി ശാന്ത നിരാശ്രയ. എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഭ്രമമുണ്ടല്ലോ, ആ ഭ്രമം മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും വന്നതാണ്. അത് ശാന്തമായി കഴിഞ്ഞു. ഭ്രാന്തി ശാന്ത. എങ്ങനെ? നിരാശ്രയ. ആ ഭ്രാന്തിക്കും മോഹത്തിനും ആശ്രയമില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു ഉണർവ് മാത്രമാണ് എൻ്റെ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത്. ആ ഒരു ഉണർവ് ഒരിക്കലും അനുണർവ്, ഉണർവല്ലാത്തതാകുന്നില്ല. The sentience that makes the body alive and active, that sentience never becomes insentient. ഒന്ന് ചിന്തിക്കണപ്പാ, ഒന്ന് മനസ്സിലാക്കി. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ? ദുഃഖമായി ഇല്ല.
എനിക്കിതാ ദുഃഖമുണ്ട്, സഹിക്കുവയ്യേ. ഇത് പറയണതാരാ? ഞാൻ. അപ്പം ഞാൻ എപ്പോഴെങ്കിലും ദുഃഖമായിട്ടുണ്ടോ? ഇല്ല. ഞാൻ ദുഃഖമായി എന്നുണ്ടെങ്കിൽ പിന്നെ സുഖമാവുമോ? ദുഃഖമല്ലാത്തത് കൊണ്ടല്ലേ ദുഃഖം വിട്ട് സുഖം അനുഭവിക്കുന്നത്. അപ്പം ഞാൻ ദുഃഖി എന്നുള്ള വാക്ക് തെറ്റ്. വന്നു പോകുന്ന ദുഃഖം ദാ എന്നെ പിടികൂടിയിരിക്കണു എന്ന് മാക്സിമം പറഞ്ഞോളൂ. അത് പിടികൂടിയിരിക്കണു പോകാൻ, എന്നിട്ട് സുഖത്തിന് പിടി നൽകാൻ. ആ സുഖവും വന്നിരിക്കണു ദാ പോകാൻ എന്നേ പറയാൻ പാടുള്ളൂ. ഞാൻ സുഖവുമല്ല ദുഃഖവുമല്ല. അപ്പം എന്നെ സുഖിയെന്നോ ദുഃഖിയെന്നോ ചിത്രീകരിക്കരുത്. എന്നെ ഉറക്കമെന്നോ ഉണർന്നിരിക്കുന്നതെന്നോ ചിത്രീകരിക്കരുത്. സ്വപ്നം കാണുന്നുവെന്നും പറയരുത്. എനിക്ക് ഉറക്കമുണ്ട്, ഉണർവുണ്ട്, സ്വപ്നമുണ്ടായിരുന്നു, ഇത്രേ പറയാൻ പാടുള്ളൂ. എനിക്കൊരു കാറുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അതുപോലെ എനിക്കൊരു ശരീരമുണ്ടെന്ന് പറഞ്ഞോളൂ. ശരീരമാണ് ഞാൻ എന്ന് പറയുമ്പോൾ കാറാണ് ഞാൻ എന്ന് പറയുന്നത് പോലെയാണ്. എൻ്റെ മകനാണ് ഞാൻ, മകളാണ് ഞാൻ, കല്യാണം കഴിച്ച ആളാണ് ഞാൻ. അങ്ങനെ നിങ്ങൾ ആരും പറയില്ലല്ലോ. പറയോ? എന്താ മിണ്ടാത്തെ? അപ്പോൾ പിന്നെ ഇതിന് മാത്രം എന്താ പറയണേ? നോക്കൂ, ആ ചതി, ഇത്ര വലിയ ചതിയുണ്ടോ? ആ ഒരു മോഹമായിരുന്നു, ഭ്രാന്തിയായിരുന്നു, അത് നിരാശ്രയമായി. എങ്ങനെ നിരാശ്രയമായി? ഇരുട്ട് പോലെ. വെളിച്ചം വന്നപ്പോൾ ഇരുട്ട് എങ്ങനെയോ അതുപോലെ. അഹോമയി സ്ഥിതം വിശ്വം, അഹോമയി. അയ്യോ, ആശ്ചര്യം. എന്താണ് ഈ ആശ്ചര്യം? ഇത്ര നാളും ഞാൻ വിചാരിച്ചു ഞാൻ ലോകത്തിലാണ് എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു ലോകം എന്നിലാണ്. കേൾക്കണുണ്ടോപ്പാ? നിങ്ങളുടെ ചെറിയ രണ്ട് കണ്ണ് ഉണർന്നതിന് ശേഷം തുറക്കുമ്പോഴല്ലേ നിങ്ങൾ ഈ ലോകത്തിനെ കാണുന്നത്. ആ കണ്ണ് തുറക്കാതെയും ഉണരാതെയും ഇരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ഈ ലോകമുണ്ടെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടാവുമോ ഇവിടെ? എന്താ ഒന്നും ഉറക്കം പറയാത്തേപ്പാ? ഇവിടുന്ന് ഒക്കെ പറയും. മുമ്പിലുള്ളവർക്ക് വിട്ടുകൊടുക്കണ്ട ഈ കാര്യം. അഹോമയി സ്ഥിതം വിശ്വം, ഇത് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. എന്ത്? ജനകൻ പൃഥ്വിയല്ല, ഭൂമിയല്ല, ജലമല്ല, വായുവല്ല, അഗ്നിയല്ല, ആകാശമല്ല, എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ്. നിങ്ങൾ ലോകത്തിനെ കാണുന്ന സമയത്ത് ഇപ്പം തന്നെ പറയണം എന്നോട്. നിങ്ങൾ ലോകത്തെ കാണുന്ന സമയത്ത് ലോകം നിങ്ങളിലോ അതോ നിങ്ങൾ ലോകത്തോ? എന്തവർക്കും പറയാൻ ഇത്ര സംശയം? ഞാനൊരു ആനയെ കാണുന്ന സമയത്ത് ആ ആനയുടെ പ്രതിച്ഛായ കണ്ണും മനസ്സും കൂടി ഉണ്ടാക്കി ആ പ്രതിച്ഛായ മനസ്സ് നിർമ്മിച്ച പ്രതിച്ഛായ മനസ്സിൽ പൊന്തിക്കിടക്കുന്നുവോ അതോ നിങ്ങൾ ആനയിൽ ചെന്ന് പെട്ടുവോ? കാണപ്പെടുന്ന ആന എൻ്റെ മാനസ ആനയെ ഞാൻ കാണുന്നുള്ളൂ, പുറത്തുള്ള ആനയെ കാണുന്നില്ല. ഇല്ല. വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ കറുത്ത ആനയുടെ ഒരു പ്രതിച്ഛായ നമ്മുടെ മനസ്സ് കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നത് പോലെ പ്രതിഫലിക്കുകയാണ്. ആ പ്രതിഫലനത്തെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ വിസ്തൃതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ കാണുന്ന സമയത്ത് ആ പ്രപഞ്ച വിസ്തൃതിയും വൈവിധ്യവും മുഴുവനും എൻ്റെ ഉള്ളുണർവിൽ പതിപ്പുകളായി ഞാൻ കാണുന്നുവോ അതോ എൻ്റെ ദേഹം വിട്ട് പുറത്തുപോയി ഞാൻ ഓരോന്നിനെയും കാണുന്നുവോ? എന്താ ഒരു മിണ്ടാത്തെ? അപ്പം ലോകം എന്നിലോ അതോ ഞാൻ ലോകത്തോ? ലോകം എന്നിൽ. അഹോ മയി സ്ഥിതം വിശ്വം വസ്തുതോ ന മയി സ്ഥിതം. എന്നാൽ എന്നിൽ നിലകൊള്ളുന്ന പ്രതിഫലിക്കുന്ന ഈ വിശ്വം എപ്പോഴും എന്നിലുണ്ടോ? ഇല്ല. ഞാൻ ഉണർന്നു കഴിഞ്ഞാലേ ലോകം എന്നിൽ പ്രതിഫലിക്കുന്നുള്ളൂ. എങ്ങനെ മനസ്സ് ഈ ലോകത്തെ മുഴുവൻ പ്രതിബിംബിപ്പിക്കുന്നുവോ അതുപോലെ തന്നെ ഈ മനസ്സ് ദിനാന്തത്തിൽ അതിനെ അങ്ങോട്ട് മാച്ചു കളഞ്ഞ് ദാ പോയി ഉറങ്ങി.
പിറ്റേ ദിവസം ഉണരുമ്പോഴാണ് ഈ ലോകപ്രതിച്ഛായ പിന്നെ ഉണ്ടാവുന്നത്. അപ്പം മനസ്സ് നിർമ്മിക്കുന്നതും മനസ്സ് തന്നെ ഇല്ലാതെയാക്കി തീർക്കുന്നതുമായ ഒരു മനഃപ്രതീതിയല്ലേ ഈ ലോകം. എന്ത് പറയണൂപ്പാ? പുരികത്തിന് മുകളിലുള്ള ബുദ്ധി ഉപയോഗിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ബുദ്ധി കടം കൊടുക്കരുത്, പണയം വയ്ക്കരുത്. വെളുപ്പാങ്കാലത്ത് ഞാൻ എണീക്കണം, മനസ്സെന്നെ ഉണർത്തണം. എന്നിട്ട് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് ഈ ലോകത്തിലുള്ള ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങൾ ഉണ്ടാവുന്നത്. ആ ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങൾ ഉണ്ടാവുന്നത് എവിടെയാ? ഈ ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ. എവിടെയാ ശബ്ദം? ഇവിടെ. കാഴ്ചയോ ഇവിടെ. അവിടെ വന്നങ്ങോട്ട് സ്പർശിക്കണം. പുറത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള ആ പ്രകാശ പ്രതികരണങ്ങളുണ്ടല്ലോ, അത് കോർണിയയിൽ വന്ന് സ്പർശിച്ചാൽ അനുഭവമായി. അപ്പോൾ ഈ അനുഭവം മുഴുവൻ എവിടെയാണ് ഉണ്ടാവുന്നത്? ഒന്ന് പറയുന്നപ്പാ, ഒന്ന് പറയൻ, ലജ്ജ കൂടാതെ. ലോകം എത്ര വിസ്തൃതി ഉള്ളതാവട്ടെ, ആ ലോകത്തിൻ്റെ വിസ്തൃതി ഞാൻ കാണുന്നതും അനുഭവിക്കുന്നതും എവിടെ? എൻ്റെ കണ്ണിലൂടെ, മനസ്സിൽ. വെള്ളത്തിൽ കുമിള പോലെ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, എന്നാലും പറയാം. അതുപോലെ ഈ ലോകം ഒരു പ്രതീതിയായി മനസ്സിൽ പൊന്തിക്കിടക്കുകയാണ്. അതെപ്പോഴും കിടക്കണില്ല. എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഏത് മനസ്സാണോ ഈ ലോകത്തിന് പ്രതിഫലിപ്പിച്ച് പല വിധത്തിലുള്ള വ്യവഹാരങ്ങൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നടത്തിയത്, അതേ മനസ്സ് തന്നെ വൈകുന്നേരം അതിനെ കംപ്ലീറ്റായി മുഴുവനുമായി തുടച്ചു മാറ്റണു. കിടന്നുറങ്ങുക പിന്നെ കൂർക്കൻ വലിച്ച്. നോക്കൂ ആ മനസ്സിൻ്റെ വൈഭവം, ആ ഉണർവിൻ്റെ പൊട്ടൻഷ്യൽ, ശക്തി, മികവ്, കഴിവ് എത്രയുണ്ടെന്ന് നോക്കൂ. വസ്തുതോ ന മയി സ്ഥിതം. അപ്പം ഈ ലോകം, എൻ്റെ ശരീരമടക്കമുള്ള പ്രപഞ്ചം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ജാഗ്രത അവസ്ഥയിൽ ഞാൻ ഉണ്ടാക്കുന്നു, എൻ്റെ സുഷുപ്തിയിൽ ഞാനതിനെ മാച്ചു കളയുന്നു. 24 മണിക്കൂറുള്ള ദിനങ്ങളിൽ ഏകദേശം 1/3 സമയം ഈ ലോകം ഇല്ല. എൻ്റെ ശരീരവും ഇല്ല, എൻ്റെ മനസ്സും ഇല്ല, എൻ്റെ ബുദ്ധിയും ഇല്ല, എൻ്റെ അഹങ്കാരവും ഇല്ല. പിന്നെ ആരാ അവിടെ അവശേഷിക്കുന്നത്? ഞാൻ മാത്രം. ആ ഞാൻ വസ്തുവാണോ? അല്ല. ദ്രവ്യമാണോ? അല്ല. ഊർജമാണോ? അല്ല. പിന്നെ അതെന്താ? ബോധമാത്രം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടരെ? മനസ്സിലാവുന്നുണ്ടോ? എന്നാ എനിക്ക് എന്തൊരു സന്തോഷാന്നറിയോ. നമേ ബന്ധോസ്തി മോക്ഷോ വാ ഭ്രാന്തിശാന്താ നിരാശ്രയ അഹോ മയി സ്ഥിതം വിശ്വം വസ്തുതോ ന മയി സ്ഥിതം. എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അതിനുള്ള തെളിവെന്താ? ഭൂതകാലത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ നിൽക്കുന്നതിനെയാണ് നിൽക്കുന്നു എന്ന് നാം പറയുക. ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഈ ലോകത്തിൻ്റെ ഗതി നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കയ്യിൽ എന്താ? പകൽ മുഴുവൻ അതിനെ അനുഭവിച്ച് വൈകുന്നേരമായി, രാത്രിയായി, ദിനാന്തത്തിൽ എന്തായി? തുടച്ചങ്ങോട്ട് മാറ്റണം. അപ്പോൾ ഈ ലോകമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇന്ന് മുതൽ നിങ്ങൾ എന്താ മറുപടി പറയുക? ഇന്ന് മുതൽക്ക് എന്താ മറുപടി പറയുക? 24 മണിക്കൂറിൽ ഞാൻ അനുഭവിക്കുന്ന ലോകം അനുഭവിക്കുന്നത് പോലെ ഇല്ലാതെയുമാവുന്നു കിടന്നുറങ്ങുമ്പോൾ. അപ്പോൾ ഈ ലോകത്തിന് ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ? ഇതിൻ്റെ നിർമ്മാതാവിനെ അന്വേഷിച്ച് നമ്മൾ പോണോ? വൈകുണ്ഠോ കൈലാസമോ തേടണമോ? അതോ വൈകുണ്ഠവും കൈലാസവും നമ്മളിൽ തന്നെയാണ്? ഒന്ന് ചിന്തിക്കണപ്പാ. വസ്തുതോ ന മയി സ്ഥിതം. വാസ്തവത്തിൽ എന്നിലില്ല അത്. ഞാൻ അവശേഷിക്കുന്നു ലോകമില്ലാത്തപ്പോഴും. ലോകമുണ്ടാവുമ്പോൾ ഞാൻ അതിനെ രചിച്ചു കൊണ്ടിരിക്കുന്നു. ലോകമില്ലാത്തപ്പോൾ അതില്ലാതെ ഞാൻ പരിലസിക്കുന്നു. ആ ഞാൻ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നതും ഒരു കാലത്തും ഇല്ലാതെയാവുന്നില്ല. അതിനെയാണ് കൃഷ്ണൻ ആദ്യമായി അവതരിപ്പിച്ചത് അർജുനൻ്റെ മുൻപിൽ. നത്വേവാഹം ജാതുനാസം
നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. അർജുന, കൊല്ലും, കൊല്ലപ്പെടും, മരിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആര്, എന്ത്? അവിടെ ഇവിടെ നോക്കാതെ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക. നത്വേവാഹം, എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല. ജാതുനാസം നത്വം. അതുപോലെ അർജുന, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല സത്യം, നിന്നെ സംബന്ധിച്ചിടത്തോളവും ഒരു കാലത്തും നീ ഇല്ലാതെ ഇരുന്നിട്ടില്ല. ഉണ്ട് ഇപ്പോൾ എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ഒരു കാലത്തും ഇല്ലാതെയാവുകയുമില്ല. അപ്പം ഇല്ലാതെയാകൽ എന്നുള്ളൊരു വിചാരം തന്നെ മനസ്സിൽ നിന്ന് എടുത്തു കളയേ. മരണം എന്ന് പറയുന്നത് അഭാവത്തെ സൂചിപ്പിക്കുന്നതല്ല. പ്രാണസഞ്ചാരത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശരീരം പ്രവർത്തനക്ഷമമല്ലാതെയായി എന്നല്ലാതെ ആ പരിണാമത്തിന് ഉള്ളുണർവിൽ യാതൊരു വിധത്തിലുള്ള പ്രതിഫലനവുമില്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളമോ നിന്നെ സംബന്ധിച്ചിടത്തോളമോ മാത്രമല്ല ശരി. നേമേ ജനാധിപാഃ, ഈ ഭീഷ്മൻ, ദ്രോണൻ, കൃപൻ എന്ന് തുടങ്ങി എല്ലാവരും തന്നെ ഇല്ലാതെയിരുന്ന കാലമില്ല, ഇല്ലാതെയാകാൻ പോകുന്ന കാലവുമില്ല. ചിരന്തനന്മാരും നിരന്തരന്മാരുമാണ് നമ്മൾ. ഒരിക്കലും ഇല്ല എന്ന് പറയരുത്. ഈ യുദ്ധം നടക്കുന്നത് ദേഹതലത്തിലാണ്. അത് നടത്താനാണ് ഇവിടെ വന്നവർ മുഴുവൻ വന്നിരിക്കുന്നത്. എല്ലാവരും പട ചെയ്യാൻ ഇച്ഛിക്കുന്ന സർവ്വ ആൾക്കാരും ഇവിടെ മരിച്ച് അവസാനം ബാക്കി വരുമ്പോഴേ വിജയമാവുള്ളൂ. പകുതി കീഴടങ്ങളൊന്നും ഇവിടെ ഇല്ല. എല്ലാവരെയും കൊന്നതിന് ശേഷം ദുര്യോധനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും കൂടി ചെന്നു. ഇത് ഞാൻ പറഞ്ഞു ഇവിടെ. ദുര്യോധനൻ എവിടെയാണെന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു കുളത്തിൽ ഇങ്ങനെ താന്നിരിക്കുക, തടാകത്തിൽ കഴുത്ത് വരെ. സർവ്വ ആൾക്കാരെയും കൊന്നൊടുക്കി താൻ ഇവിടെ വന്ന് ഒളിഞ്ഞിരിക്കുകയാണ് അല്ലടോ എന്ന് ചോദിച്ചു. ആര്? കൃഷ്ണനല്ലേ അത് ചോദിക്കുള്ളൂ. മിണ്ടരുത് കൃഷ്ണ, നീയാണ് ഈ കുരുത്തക്കേട് മുഴുവനും ഉണ്ടാക്കിയത്. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പാണ്ഡവന്മാർക്ക് എന്നെ ജയിക്കാനൊന്നും പറ്റില്ല. മിണ്ടരുത് എന്നോട്. ഞാൻ പേടിത്തൂറിയൊന്നുമല്ല. ഞാനിവിടെ വന്നിട്ടുള്ളത് സഹിക്കാതെ. എൻ്റെ ശരീരം ചുട്ടുനീറുന്നു കോപം കൊണ്ട്. ആ ദേഹത്തെ ഒന്ന് തണുപ്പിച്ചിട്ടാവാം നിങ്ങളോടുകൂടി ദ്വന്ദ്വയുദ്ധം ചെയ്യൽ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഭീമനെ തെരഞ്ഞെടുത്ത് ദ്വന്ദ്വയുദ്ധം കഴിഞ്ഞ് അവിടെ താഴത്ത് വീണത്. എന്താ ഞാൻ പറഞ്ഞതിനർത്ഥം? ധർമ്മയുദ്ധത്തിൽ എതിർക്കുന്നവരെല്ലാവരും പോകണം, എതിർക്കാത്തവരെ അവശേഷിക്കാവൂ. 45 ലക്ഷം പടയാളികളിൽ 10 പേരൊഴികെ എല്ലാവരും പോയി. ഇനി അവിടെ യുദ്ധം ചെയ്യാനോ വെല്ലുവിളിക്കാനോ ആരുമില്ല എന്ന് കണ്ടതിന് ശേഷം മാത്രമേ നിർത്തിയുള്ളൂ. അതാണ് ഇവിടെ വിഷയം. ആ സംഭവിക്കുന്നത് മുഴുവൻ ദേഹതലത്തിലാണ്, ഐന്ദ്രിയം അല്ലെങ്കിൽ ഇന്ദ്രിയ തലത്തിലാണ് അർജുന. എന്നാൽ നമ്മുടെ നിൽപ്പ് ഇന്ദ്രിയ തലത്തിലല്ല. നമ്മുടെ ശരീരത്തിനെ പോലും നിലനിർത്തുന്നത്, ഉജ്ജീവിപ്പിക്കുന്നത് ഉള്ളുണർവാണ്, ശുദ്ധബോധമാണ്, ഉൾബോധമാണ്. ആ ബോധമാത്രമാണ് എല്ലാവരും. അവർക്ക് ജനനമില്ല, മരണമില്ല. ഈ സത്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴേ അർജുനൻ്റെ നെടുവീർപ്പ് നിന്നുള്ളൂ. ഞാൻ ഇനി മരണത്തെപ്പറ്റി ഒരു വാക്കും പറയില്ല. മൃത്യുഹു അത്യന്ത വിസ്മൃതി. മരണം എന്ന് പറയുന്നത് ഒരു കാലത്തും ഇല്ലാതെയായി തീരാത്ത മറവയാണ്. അത്യന്ത വിസ്മൃതി. സാധാരണ മറക്കണത് കുറച്ച് കാലത്തേക്കൊക്കെ മറക്കുക, അത്രയേ ഉള്ളൂ. ഇത് ഒരിക്കലും അത്യന്ത വിസ്മൃതി. മരണം അത്യന്ത വിസ്മൃതിയാണെന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ ദിവസവും നമ്മൾ പാർശ്വികമായി മരിക്കുകയാണ്. പേടിയാവുമോ പറഞ്ഞാൽ? നിങ്ങൾ ഇന്നലെ ഇവിടെ നിന്ന് പോയിട്ട് മരിച്ചു, പക്ഷേ ഇന്ന് കാലത്ത് ഉണർന്നു. ഇന്നും പോയി കിടന്ന് മരിക്കും, പക്ഷേ നാളെ ഉണരും. അങ്ങനെ ഉണരാനുള്ള മറവേ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ മരണം. പക്ഷേ മരണം എങ്ങനെയാ? അത്യന്ത വിസ്മൃതി. ആ മരണം എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞാൽ മരിച്ചു എന്നോ അവിടുന്ന് അങ്ങോട്ടുള്ള ഓർമ്മയേ ഇല്ല. ഒരിക്കലും മരണത്തെ ഇല്ലായ്മയായോ ഇല്ലാതാകലായോ കണക്കാക്കരുത്. പരമാവധി നമുക്ക് പറയാനുള്ളത് അത് ഒരു തരത്തിലുള്ള അന്തിമ പരിവർത്തനം ശരീരത്തിന് സംഭവിക്കുന്നത് എന്നേ പറയാൻ പാടുള്ളൂ.
അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ദാ ആ ആൾ ശരീരം വിട്ടു, വിഷ്ണുപദം പൂകി, ശിവപദം പൂകി, വൈകുണ്ഠത്തിലേക്ക് പോയി, മുക്തനായി എന്നൊക്കെ നമ്മൾ പറയണത്. വാസ്തവത്തിൽ ആ പറയുന്നത് ശരിയാ. ശരീരമുള്ളപ്പോഴേ ബന്ധനമുള്ളൂ, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം ആവശ്യമാകുന്നുള്ളൂ. അത് രണ്ടുമില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നുമില്ല, മുക്തന്മാരാണ്. അപ്പോൾ ഇത് നല്ല പോലെ മനസ്സിലാക്കുക. വസ്തുതോ നമയി സ്ഥിതം. അവിടെ അങ്ങോട്ട് പറയണു ജനകൻ, സശരീരമിതം വിശ്വം ന കിഞ്ചിദിതി നിശ്ചിതം ശുദ്ധചിന്മാത്ര ആത്മാ ച തത് കസ്മിൻ കൽപ്പനാധുനാ. സശരീരമിതം വിശ്വം ന കിഞ്ചിദിതി നിശ്ചിതം. ചൊല്ലു. സശരീരമിദം വിശ്വം സശരീരമിദം വിശ്വം ന കിഞ്ചിദിതി നിശ്ചിതം ന കിഞ്ചിദിതി നിശ്ചിതം ശുദ്ധചിന്മാത്ര ആത്മാ ച ശുദ്ധചിന്മാത്ര ആത്മാ ച തത്കസ്മിൻ കൽപ്പനാധുനാ. തത്കസ്മിൻ കൽപ്പനാധുനാ. നമ്മൾ പല വിധത്തിലുള്ള സങ്കല്പങ്ങളും ആശയങ്ങളുമെല്ലാം വിനിമയം ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത്, ചിന്ത ഉദിക്കുന്നത് പോലെ ഭാവനകൾ ഉദിക്കും, വികാരങ്ങൾ ഉദിക്കും. പലതിനെയും കുറിച്ച് ഭാവാത്മകമായി നമ്മൾ ചിന്തിക്കും, പല രൂപപ്പെടുത്തും. നമ്മുടെ ദൈവങ്ങൾ എത്രയാ, 33 കോടി ദൈവങ്ങളുടെ പടം വരച്ചുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. ഉപായക്കാരല്ല ഈ ഇന്ത്യക്കാർ കേട്ടോ. അപ്പം നമ്മുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളും ഭാവനകളുമാണ് ഇത് മുഴുവനും. ഇവിടുത്തെ സത്യം പറയാണ്, സശരീരമിദം വിശ്വം ന കിഞ്ചിദിതി നിശ്ചിതം. ശരീരമടക്കമുള്ള പ്രപഞ്ചം ഇല്ല എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഏതുപോലെ, ഉറക്കത്തിൽ എന്നതുപോലെ നാം ഉണരുമ്പോൾ ഉണ്ടാവുന്നതും നാം ഉറങ്ങുമ്പോൾ ഇല്ലാതെയായും തീരുന്ന ഈ പ്രപഞ്ചം നമ്മളിൽ ആശ്രിതമോ സാപേക്ഷികമോ അതോ സ്വതന്ത്രമോ? മനസ്സിലായില്ലേ ഭാഷ? ഈ പ്രപഞ്ചം സ്വതന്ത്രമായി നിലനിൽക്കുന്നതാണോ അതോ നമ്മുടെ ഉണർവ്, നമ്മുടെ ഇന്ദ്രിയ ഗ്രഹണത്തെ ആശ്രയിച്ചിരിക്കുന്നതോ എന്ന് ചോദിച്ചാൽ, പലതവണയായി ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഈ ലോകത്തെ ഉണരുന്നത്. അപ്പോൾ ലോകം എന്നൊന്നിൻ്റെ ആധാരം നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ആ ലോകത്തിലുള്ള വൈവിധ്യം ആര് രചിക്കുന്നു? നമ്മുടെ ഇന്ദ്രിയങ്ങൾ രചിക്കുന്നു. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ അപേക്ഷിച്ചാണ് ലോകത്തിൻ്റെ നിൽപ്പ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഉവ്വോ? എന്താ ആലോചിച്ച് നോക്കൂ. സാപേക്ഷികം, സ്വതന്ത്രമല്ല. ഈ ലോകം എപ്പോഴെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനുണ്ട് എന്ന്? ഉവ്വോ? നമ്മളുടെ തീർപ്പാണത്, നമ്മളുടെ സംവേദനമാണ്, നമ്മുടെ ഇന്ദ്രിയ ബോധമാണത്. അപ്പോൾ ശുദ്ധചിന്മാത്ര ആത്മാച, ആരെക്കുറിച്ചാണോ ഞാൻ കാണുന്നു, എനിക്ക് ലോകമുണ്ട്, ഞാൻ ലോകത്തെ അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ആത്മാ ഉണ്ടല്ലോ, ശുദ്ധചിന്മാത്ര, ശുദ്ധമായിരിക്കുന്ന ചിത്ത് മാത്രമാണത്. ആ വാക്കൊന്ന് മനസ്സിലാക്കണം. ശുദ്ധചിന്മാത്ര. ചിത്ത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കോൺഷ്യസ്നെസ് എന്നാണ്. നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് പ്രജ്ഞയാണ്, ഉണർവാണ്, ബോധമാണ്. എല്ലാറ്റിനെയും ഉണർത്തിത്തരുന്നത് ഉണർവ്, എല്ലാറ്റിനെയും തന്നെയും ഉണർത്തിത്തരുന്നതാണ് ഉണർവ്. ഉണർവ് രചിക്കുന്നതാണ് ഉണർവ്. അത് ശുദ്ധം എന്ന് പറഞ്ഞാലോ അതിലൊരു വിധത്തിലുള്ള കളങ്കമോ കറയോ കോട്ടമോ ഒന്നുമില്ല. ശുദ്ധചിന്മാത്രാത്മാച തത് കസ്മിൻ കൽപ്പനാധുനാ. അങ്ങനെ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സങ്കല്പവും കൽപ്പനയും ഒക്കെ എവിടെയാണ് നിങ്ങൾ ഈ ലോകത്തിനെ സങ്കല്പിക്കുന്നത്? അതിൻ്റെ ആധാരം എവിടെ? നിങ്ങളാണ്, നിങ്ങളുടെ മനസ്സാണ്. ആ മനസ്സോ അതും കൂടി വിട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങണു. അപ്പോൾ എല്ലാ സമയത്തും ഒരുപോലെ കോട്ടം കൂടാതെ പോകുന്നതാണ് ശുദ്ധമായിരിക്കുന്ന ബോധം. ആ ബോധത്തെയാണ് ചിത്ത് എന്ന് പറയുന്നത്. ആ ചിന്മാത്ര
ചിന്മാത്രം. നമ്മുടെ ആത്മാ ചിന്മാത്രമാണ്. ചിന്മാത്രം, ചിത്ത് മാത്രം. ചിത്ത് എന്ന് പറഞ്ഞാൽ അവെയർനെസ് ഓർ കോൺഷ്യസ്നെസ് ഓർ സെൻഷ്യൻസ്. അങ്ങനെ വരികെ കസ്മിൻ കൽപ്പനാധുന, നമ്മൾ എന്തെങ്കിലും ഒന്ന് സങ്കല്പിച്ച് ആരോപിക്കുന്ന സമയത്ത് ആ ആരോപണത്തിനൊരു അധിഷ്ഠാനം വേണം. അതില്ലല്ലോ. അപ്പോൾ പിന്നെ എവിടെയാണ് നിങ്ങളുടെ ഈ സങ്കല്പം മുഴുവനും? നിങ്ങൾ നോക്കൂ, കട്ടിയായ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒഴുകുന്ന ജലമാണ് നമ്മൾ കുടിക്കുന്നത്. ശ്വസിക്കുന്ന വായുവോ അതിനേക്കാളും നേർത്തതും വ്യാപകവുമാണ്. അതിനെ വിട്ട് മേപ്പെട്ട് പോയാൽ നാം കാണുന്നത് എന്താ? ആകാശം. ആകാശം. അതിന് കനമില്ല, ഒരു തരത്തിലും അതിനെ ഒന്നും പറയാൻ പറ്റില്ല. ദ്രവ്യാകാശമാണത്. അതിൽ ഉണർവില്ല. ആ ആകാശത്തിൽ നിന്നാണ് ബാക്കിയുള്ള ഭൂതങ്ങളൊക്കെ വന്നത്. ആകാശം, അതിസൂക്ഷ്മമായ ആകാശം എവിടുന്ന് വന്നിട്ടുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ പ്രപഞ്ചം പ്രപഞ്ചം എന്ന് പറഞ്ഞ് നാം കൽപ്പിക്കുന്ന വില ഈ ആകാശത്തിനെ പറ്റി ആലോചിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതില്ലാത്തതാണെന്ന്. ഇവിടെ 6 കിലോ തൂങ്ങുന്ന ഒരു സാധനം ചന്ദ്രനിലേക്ക് കൊണ്ടുപോയാൽ 1 കിലോ ആണ്. ശൂന്യാകാശത്തിൽ ചെന്നാലോ അതിന് ഭാരമേ ഇല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. അങ്ങനെ കേട്ടു, അത് അവിടെ ഇരിക്കട്ടെ. നോക്കൂ, നമ്മൾ സ്വർണം പോലും തൂക്കിയെടുത്ത് 1 കിലോ എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലേക്ക് പോയാൽ അത് അല്ല, 6 കിലോ എന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ ചെന്നാൽ 1, ശൂന്യാകാശത്തിൽ ഒന്നുമില്ല. അപ്പം ഇവിടുത്തെ ഭാരങ്ങൾ പോലും അർത്ഥരഹിതങ്ങളാണ്, ആധാരഹീനങ്ങളാണ്. അങ്ങനെ ഒരു പ്രപഞ്ചത്തിലാണ് നാം അധിവസിക്കുന്നത്. നമ്മുടെ ശരീരം അത് നല്ല പോലെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ എവിടെയാ സങ്കല്പം? ഏതാണ് അതിന് ആധാരം? ശുദ്ധചിത്ത് മാത്രമായിട്ടുള്ള ആത്മാ ഒന്നേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ സാപേക്ഷികമാണെന്ന് നമ്മൾ കണ്ടു. ആ സ്വതന്ത്രമായി നിൽക്കുന്ന ആത്മാവിന് ഭാരമില്ല, ഒന്നുമില്ല. അത് ചിതാകാശമാണ്. ഇത് ദ്രവ്യാകാശം, അതിന് ഉണർവില്ല. ഇത് ഉണർവുള്ള ചിതാകാശമാണ്. ആ ചിതാകാശം മാത്രമാണ് ഉള്ളതെങ്കിൽ അതിൽ എന്ത് കൽപ്പനയാ പിന്നെ? എവിടെ അതിന് ആധാരം? ശരീരം സ്വർഗനരകൗ ബന്ധമോക്ഷൗ ഭയം തഥാ കൽപ്പനാമാത്രമേവൈതത് കിം മേ കാര്യം ചിദാത്മനഃ. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ ഞാൻ പറയുന്നതിൽ? ഉവ്വോ അതോ തലവേദന വരുന്നുണ്ടോ? ശരീരം സ്വർഗനരകൗ ശരീരം സ്വർഗനരകൗ ബന്ധമോക്ഷൗ ഭയം തഥാ ബന്ധമോക്ഷൗ ഭയം തഥാ കൽപ്പനാമാത്രമേവൈതത് കൽപ്പനാമാത്രമേവൈതത് കിം മേ കാര്യം ചിദാത്മനഃ. കിം മേ കാര്യം ചിദാത്മനഃ. ഒന്ന് എൻ്റെ കൂടെ വരുവപ്പാ. എന്താ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്? അത് അക്ഷരം പ്രതി ശരിയാണ്. അക്ഷരം പ്രതി ശരിയാ. ശരീരം സ്വർഗനരകൗ, നമ്മുടെ ശരീരം, അതിലാണ് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾ കാണുന്നതാണ് ലോകം. ആ ലോകത്തെ നോക്കിയിട്ടാണ് നമ്മളൊരു സ്വർഗം ഭാവന ചെയ്യുന്നത്. പൂർവജന്മം പുനർജന്മം പ്രത്യക്ഷമല്ല. ഈ ജന്മത്തിനെ ആധാരമാക്കി നാം സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ് മുൻജന്മം, പിൻജന്മം, കർമ്മം, ബന്ധം, സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം എന്നൊക്കെ നമ്മൾ പറയുകയാണ്. അപ്പോൾ ശരീരം സ്വർഗനരകൗ, ശരീരം സ്വർഗം, നരകം, ബന്ധമോക്ഷൗ, ബന്ധനമുണ്ട്, മോക്ഷം വേണം, ഭയം, എനിക്ക് പേടിയാവണു, ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ ഒന്ന് കേൾക്കിനപ്പ. എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും കൽപ്പനാമാത്രമേവൈതത്. കൽപ്പനാമാത്രം ഒന്ന് പറയൂ. കൽപ്പനാമാത്രം. ഇറ്റ് ഈസ് ഓൾ ഹ്യൂമൻ അസസ്മെൻറ്റ്. You say that there is bondage. You say that there is or there will be liberation.
എവറിഥിങ് ഈസ് എ കോൺസെപ്റ്റ്, ഈസ് എ കോൺസെപ്റ്റ്. ശരീരത്തിൽ നിന്ന് വിയർപ്പ് നിർഗളിക്കുന്ന പോലെയാണ് മനസ്സിൽ നിന്ന് ഭാവങ്ങളും ഭാവനകളും നിർഗളിക്കുന്നത്. അതിലൊരൊറ്റ ചിന്തയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? മനസ്സിലുണ്ടാകുന്ന ചിന്ത. നിങ്ങൾ എവിടെയാ ഒരു സാധനം ഉണ്ട്, എവിടെയാന്ന് നോക്കിപ്പോയി അതുമാതിരി ചിന്ത പൊന്തി എന്ന് പറയുമ്പോൾ എവിടെയാ ആ ചിന്ത ഒന്ന് അന്വേഷിക്കുന്നത്, കണ്ടുപിടിച്ചിങ്ങോട്ട് വരും അതിനെയും കൊണ്ട്. മനസ്സിനുള്ള ചിന്തയെ വാസ്തവമാണെങ്കിൽ നിങ്ങൾക്കതിനെ പിടിക്കാനും ദർശിക്കാനും കാണിച്ചു തരാനും പറ്റണം. അത് സാധിക്കണില്ല. നിങ്ങൾ പറയുമ്പോഴേക്കും അത് മറഞ്ഞും പോയി കഴിഞ്ഞു. അങ്ങനെ ഒരു സാധനത്തിനെ വെച്ചുകൊണ്ട് കഷ്ടപ്പെടുന്നത് എന്താ? മനസ്സ് എന്തു വേണമെങ്കിൽ ചിന്തിക്കട്ടെ. മനസ്സിൻ്റെ സൃഷ്ടി മനസ്സിൽ നിന്ന് ഉയർന്നു, മനസ്സിൽ തന്നെ അമരാനുള്ളതാണത്. നിങ്ങൾ പേടിക്കുക, അയ്യോ എൻ്റെ മനസ്സിങ്ങനെ ചിന്തിച്ചുവല്ലോ, ഞാൻ ഇന്നലെ പാമ്പിനെ സ്വപ്നം കണ്ടു, അതെന്താണാവോ വന്ന് കടിക്കാൻ പോണത്. ഒരു പാമ്പിനെ സ്വപ്നം കണ്ടു, ആ പാമ്പ് വന്ന് കടിക്കുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞേ? സ്വപ്നം കണ്ടത് നിങ്ങൾ, കടിക്കുന്നു പറയുന്നത് നിങ്ങൾ. ഒന്ന് സ്വപ്നത്തിലും പിന്നെ ഒന്ന് ജാഗ്രതയിലാണ്. കടിക്കുന്നുള്ള പേടി ഇവിടെയാണ്. എൻ്റെ അപ്പോ ഇതിലേറെ വങ്കത്തരം ഉണ്ടോ? കൽപ്പന മാത്രമേ വൈതത്. ഇത് മുഴുവനും മനസ്സിൻ്റെ സങ്കല്പം, മനസ്സിൻ്റെ ഭാവം, മനസ്സിൻ്റെ കൽപ്പനാസൃഷ്ടിയാണിത് മുഴുവനും. കിം മേ കാര്യം, സ്വർഗം കൊണ്ടോ നരകം കൊണ്ടോ ബന്ധം കൊണ്ടോ മോക്ഷം കൊണ്ടോ ബാക്കി എന്തുകൊണ്ടും എനിക്ക് എന്താണുള്ളത്? ഒരു പ്രയോജനവുമില്ല, ഒരാവശ്യവുമില്ല. ചിദാത്മനഃ. എന്താ കാരണം? ഞാൻ ചിദാത്മാവാണ്, ഞാൻ ഉണർവ് രൂപിയാണ്, ഞാൻ ബോധരൂപിയാണ്. ബോധരൂപിയായിരിക്കുന്ന എൻ്റെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. ബോധം അബോധമാവില്ല, അബോധമാവില്ല. അഗ്നിയുടെ ചൂട് ഒരിക്കലും തണുപ്പായി രൂപാന്തരപ്പെടില്ല. ഞാൻ ചിദാത്മാവാണെങ്കിൽ ചിദാത്മാ തന്നെ തന്നെ തന്നെ, അതിന് വ്യത്യാസമില്ല. ചിദാത്മാവായിരിക്കുന്ന എനിക്ക് ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം? ഫുഷ് ഫുഷ് പോട്ടെ. ബന്ധമാണത്രേ, മോക്ഷമാണത്രേ, സ്വർഗമാണത്രേ, നരകമാണത്രേ. ഉദ്ധവൻ കൃഷ്ണനോട് ചോദിക്കുക, എന്താണ് സ്വർഗം, എന്താണ് നരകം? സ്വർഗം സത്വഗുണോദയമാണ് എന്ന് പറയുന്നു കൃഷ്ണൻ. സത്വഗുണം വേണ്ടതുപോലെ ഉദിച്ച് നമ്മളിൽ നല്ല സ്വാധീനത്തോടു കൂടി പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ആ പ്രകാശം നമുക്ക് എല്ലാ സമയത്തും സന്തോഷവും സുഖവും സൗഭാഗ്യവും അനുഭവപ്പെടും. ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നിരിക്കുന്നവർ പലരും പറയും, ഇവിടെ വന്നു കഴിഞ്ഞാൽ സന്തോഷമാണ്. സന്തോഷം അതെങ്ങനെയത്? അപ്പം നമ്മുടെ ഉള്ളിൽ സത്വഗുണത്തിൻ്റെ പ്രകാശം കൂടിക്കൂടി വന്നാൽ ആ സത്വഗുണം രചിക്കുന്ന സുഖമാണ് സ്വർഗം. നരകസ്തമ ഉന്നാഹോ. നരകം എന്ന് പറയണതോ തമോ ഗുണം ശക്തമായി അതിൻ്റെ പ്രസരണം അധികമാവുമ്പോഴാണ്. അപ്പോൾ സ്വർഗവും നരകവും എവിടെയാന്ന് നിങ്ങൾ പറയൂ? എവിടെയാ? ഇവിടെ. ഇവിടെ ആർക്ക്? നമുക്ക്. നമ്മൾ ഉണ്ടാക്കി തീർക്കണു. സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. അതിനു വേണ്ടി പരിശ്രമിക്കും, വഴിപാട് കഴിക്കും. എന്തൊക്കെ നവഗ്രഹങ്ങൾക്ക് അതിനെയും പിടിച്ചുകൊണ്ട് വരും. എൻ്റെ അപ്പ, ഈ നിങ്ങൾക്ക് ശരിയായ ഉൾത്തേവരെ പൂജിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ സാങ്കല്പിക തേവന്മാരുടെ പിന്നാലെ പോകുന്നത്. അത് തെറ്റല്ല, അതെങ്കിലും ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ ഉയരണമെന്ന് മാത്രം. ശരീരം സ്വർഗനരകവും ബന്ധമോക്ഷവും ഭയം തഥാ കൽപ്പനാ മാത്രമേ വൈതത്. കിമ്മേ കാര്യം ചിദാത്മനഃ. ജനകൻ പറയാണ്, അഹോ ജനസമൂഹേപി നദ്വൈതം പശ്യതോ മമ അരണ്യമിവ സംവൃത്തം ക്വരതിം കരവാണ്യഹം. നിങ്ങൾക്ക് കേൾക്കാൻ രസം തോന്നുന്നുണ്ടോ? ഉവ്വോ. എനിക്ക് എപ്പോഴും ഒരു ആങ്സൈറ്റി ഉണ്ട്, ഞാനിതിങ്ങനെ പറഞ്ഞ് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോയെന്ന്.
അഹോ ജനസമൂഹേപി നദ്വൈതം പശ്യതോ മമ അരണ്യമിവ സംവൃത്തം ക്വരതിം കരവാണ്യഹം. അഹോ ജനസമൂഹേപി അഹോ ജനസമൂഹേപി നദ്വൈതം പശ്യതോ മമ നദ്വൈതം പശ്യതോ മമ അരണ്യമിവ സംവൃത്തം അരണ്യമിവ സംവൃത്തം ക്വരതിം കരവാണ്യഹം. ക്വരതിം കരവാണ്യഹം. അഹോ, ഞാൻ കണ്ടുപിടിച്ചു. ആശ്ചര്യമാണ് തോന്നുന്നത്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജനകനല്ല ഞാൻ. അഷ്ടാവക്ര മഹർഷി യാദൃച്ഛികമായി ഞാൻ സദസ്സിലിരിക്കുമ്പോൾ അവിടെ കടന്നു വന്നു. എല്ലാവരും ചിരിച്ചു, അദ്ദേഹവും ചിരിച്ചു. എന്താ അങ്ങ് ചിരിച്ചത്, അർത്ഥമായില്ല എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ 8 വളവുള്ള ഒരുത്തിനെ കണ്ട് ഉണ്ടെങ്കിൽ തന്നെ സ്നേഹവും ദയവും കൂടുകയാണ് വേണ്ടത്. അതിന് പകരം പരിഹാസച്ചിരി ചിരിച്ച വിദ്വാൻമാരാണോ ഇത്രയും വലിയ ജനമഹാരാജാവിൻ്റെ ഉപദേഷ്ടകന്മാർ പമ്പരവിഡ്ഢികളെ പരമോപദേഷ്ടാക്കളായി വച്ചിട്ടുള്ള ജനക മഹാരാജാവോ എന്നാലോചിച്ച് ചിരിച്ചതാന്ന് പറഞ്ഞപ്പോഴാണ് അപ്പോൾ കാക്കൽ വീണു. എന്നിട്ടാണ് കഥം ജ്ഞാനമവാപ്നോതി, എങ്ങനെയാണ് ജ്ഞാനം കിട്ടുക എന്ന് ചോദിച്ചത്. അത് പറയുന്നത് വരെ എനിക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അഹോ ജനസമൂഹേഭി നദ്വൈതം പശ്യതോ മമ അരണ്യമിവ സംവൃത്തം ക്വരതിം കരവാണ്യഹം. ഇത് പറഞ്ഞോ ശ്ലോകം? ഇവർ പറഞ്ഞോ? വളരെ ആശ്ചര്യമാണ്. ജനസമൂഹേഭി, തിരക്കുള്ള ഒരു ജനക്കൂട്ടമുണ്ടല്ലോ, ആ ജനക്കൂട്ടത്തിൽ പോയാലും നദ്വൈതം പശ്യതോ മമ നദ്വൈതം പശ്യതോ മമ, അവിടെയും എനിക്ക് ദ്വൈതം രണ്ടുണ്ട് എന്ന് തോന്നണില്ല. ഞാൻ കാണുന്നത് ആരെയാ? ജനക്കൂട്ടത്തെയാണ്. ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നണത്? നിങ്ങൾക്ക് എന്താ തോന്നണോ? നിങ്ങളവിടെ ജനക്കൂട്ടത്തിൻ്റെ ശരീരമാണോ കാണുന്നത്, അതോ സ്പന്ദമാനമായിരിക്കുന്ന വ്യക്തികളെയാണോ കാണുന്നത്? എന്താ മിണ്ടാത്തെ? Are you seeing the inert bodies of people, or are you seeing the vibrant and active people? Vibrant and active people, is it a reference to the body, or is it a reference to the presence in the body? ചോദ്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ കാണുന്ന ജനങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങി നീങ്ങി അനങ്ങി പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോക്കും വരവും നീക്കും അതിൽ ഞാൻ കാണുന്നത് ഉജ്ജീവിപ്പിക്കപ്പെട്ട ഒരു ശരീരത്തെയാണ്. ആ ശരീരത്തിൽ ചേതനാത്മകമായി ഒന്ന് അതിനെ പ്രവർത്തിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വീണ് കഴിയും. അപ്പം ഞാൻ കാണുന്നത് ശവങ്ങളെയോ അതോ സചേതനമായ ശരീരത്തെയോ? സചേതനമായ ശരീരത്തെ എന്ന് പറഞ്ഞാൽ ആ ശരീരം നിങ്ങൾക്ക് തരുന്ന ഇംപ്രഷൻ, ധാരണ ചേതനത്തിൻ്റെയോ അതോ ശരീരത്തിൻ്റെയോ? എൻ്റെ ചോദ്യം മനസ്സിലാവുന്നുണ്ടോപ്പാ? ഒരു ശവം നോക്കിയാൽ നമുക്ക് എന്താ തോന്നുക? ശരീരത്തിനെയാണ് കാണുന്നത്. അയ്യോ ദാ ജഡശരീരം. നടക്കുന്നവർ ജഡശരീരികളാണ്, അവർ നടക്കുന്നുണ്ടല്ലോ, ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം അവർ നടക്കുന്ന ശരീരമായതുകൊണ്ട് ആ നടക്കുന്ന ശരീരത്തിൽ നടത്തിക്കുന്ന ചേതനയാണ് എൻ്റെ മനസ്സിൽ പ്രതീതിയായി വരുന്നത്. അത് ഒന്നേ ഉള്ളൂ, എത്ര ജനങ്ങളുണ്ടെങ്കിലും. ആം ഐ ക്ലിയർ? ആ മനസ്സിലായോ കൂട്ടരെ? ഒന്ന് ആലോചിക്കാനപ്പ, നിങ്ങൾക്ക് അടുക്കളയിലിരുന്നും ആലോചിക്കാം ഈ കാര്യം. കണ്ണുകൊണ്ട് കാണുന്നു, ബുദ്ധി കൊണ്ട് ആലോചിക്കാം. കണ്ണുകൊണ്ട് കാണുന്നു, ബുദ്ധി കൊണ്ട് ആലോചിക്കാം. ഞാനീ കാണുന്നത് ശവമാണോ? അല്ല. അപ്പം പിന്നെ ശിവമയമായ ഒന്ന് അതിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നു. ഈ ജനക്കൂട്ടങ്ങൾ ഇങ്ങനെ നീങ്ങി നീങ്ങി വരുന്ന സമയത്ത് എത്രയെത്ര അലകളുണ്ടെങ്കിലും ആ അലകളെല്ലാം ഞാൻ കാണുന്നത് ഒരൊറ്റ സമുദ്രവും സമുദ്രജലവുമാണ്. അതുപോലെ ഒരൊറ്റ ഉണർവാണ് ഞാൻ കാണുന്നത്. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിദുജൃംഭതേ. ഓർമ്മ വരില്ല.
പിപീലികാന്തതനുഷു പ്രോതാ ജഗത്സാക്ഷിണീ സൈവാഹം ന ച ദൃശ്യവസ്ത്വിതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചാണ്ഡാലോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ യാ ബ്രഹ്മാന്തപിപീലികാദിതനുഷു. കിട്ടിപ്പത് എന്താ അവിടെ ശങ്കരാചാര്യൻ കാശിയിൽ വെച്ച് പറഞ്ഞത്? 4 ആടിനെയും കൊണ്ടൊരു പറയൻ പോവുമായിരുന്നു. ആ പോകുന്ന സമയത്ത് ഹാ എന്ന് കേരളത്തിലെ ആ സമ്പ്രദായം ഉണ്ടല്ലോ, ആ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് ചോദിക്കുക, ആരെയായി പോവാൻ പറയണത്? ശരീരമാണെങ്കിൽ എൻ്റെ ശരീരവും അങ്ങയുടെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഇനി ശരീരമല്ലാത്ത ജീവനോ ആത്മാവോ ആണ് അങ്ങ് പരാമർശിക്കുന്നതെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ആ ആത്മാവ് ഒന്നേ ഉള്ളൂ, അത് നീങ്ങില്ല, അനങ്ങില്ല, അത് പോവാൻ പറയൂല, പോവില്ല, അതെല്ലാം കൂടി ഒന്നാ. അപ്പോൾ പിന്നെ ആരാ നീങ്ങണ്ടേ എന്ന് ചോദിച്ചു അത്രേ. കേട്ടുമോ നിങ്ങൾ? കേട്ടു, മനസ്സിലായോ? ശരീരമാണെങ്കിൽ രണ്ടും പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതാ. അപ്പം നിങ്ങളുടെ ശരീരത്തിൽ ഇല്ലാത്തൊരു കുറ്റമോ തെറ്റോ അയുത്തമോ എൻ്റെ ശരീരത്തിലെങ്ങനെ? ഇനി ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ജീവനാണെങ്കിൽ ചേതനാത്മകമായ അതൊന്നു മാത്രമേ ഉള്ളൂ, അതെല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കണു, അത് നീങ്ങൂല്ല, നീക്കാൻ പറയാനും പാടില്ല. അപ്പം എൻ്റെ ആചാര്യനെ ആരാ നീങ്ങണ്ടേ? എന്തിനാ? അപ്പോൾ ശങ്കരാചാര്യരുടെ ബോധം തെളിഞ്ഞു. അപ്പം പറയാണ് അദ്ദേഹം, ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോതാ ജഗത്സാക്ഷിണീ സൈവാഹം ന ച ദൃശ്യവസ്ത്വിതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചാണ്ഡാലോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ഇതൊക്കെ ഞാൻ കൽക്കട്ടയിലുള്ള കാലത്ത് വായിച്ചതാ, സന്യാസം എടുത്തിങ്ങോട്ട് വരുന്നതിന് മുൻപ്. എന്താ ഞാൻ പറയുക? ഇത് ഓരോന്നും ഇങ്ങനെ വായിക്കുമ്പോൾ കാണുമ്പോൾ ഞാൻ പറയും, നിങ്ങളോട് ഇനിയും പറയാം. 1000 പൂർണ്ണചന്ദ്രൻ അമാവാസി ദിവസം ആകാശത്തിൽ ഉയർന്നാൽ എന്താണ്? അതായിരുന്നു എൻ്റെ മനസ്സിൽ. എന്താ ഈ വാക്ക്? ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിദുജൃംഭതേ. ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എന്ത് സംവിത് എന്ന് പറഞ്ഞാൽ ചൈതന്യം, ചേതന അവിടെ പ്രകാശിക്കുന്നുവോ? യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു, ബ്രഹ്മാവിൽ നിന്ന് ആരംഭിച്ച് അരിക്കുന്ന ഉറുമ്പ് വരെ ഉള്ളതിൽ, ഉറുമ്പടക്കമുള്ളതിൽ, യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോതാ ജഗത്സാക്ഷിണീ, എല്ലാറ്റിലും ഇങ്ങനെ ഓതപ്രോതമായിട്ട് നിൽക്കുന്നത് ജഗത്സാക്ഷിണി, ജഗത്തിന് മുഴുവൻ സാക്ഷിയായിട്ട്. സൈവാഹം, അതാണ് ഞാൻ. നച ദൃശ്യവസ്തുവിധി, ഈ കാണുന്ന ദൃശ്യവസ്തുക്കളല്ല. ദൃശ്യവസ്തുക്കൾ മുഴുവൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങൾ ജഡങ്ങളാണ്. ജഡേന്ദ്രിയങ്ങൾ ഉണ്ടാക്കുന്ന ജഡവസ്തുക്കളാണ് ബാക്കിയെല്ലാം. ഇങ്ങനെയുള്ള ഒരു ഉറച്ച ബുദ്ധി ആർക്കുണ്ടോ? ചാണ്ഡാലോസ്തു സദുദ്വിജോസ്തു, ആ മനുഷ്യൻ ചണ്ടാളനാകട്ടെ, അല്ല ദ്വിജശ്രേഷ്ഠനാവട്ടെ. ഗുരുരിത്യേഷാ മനീഷാ മമ, എനിക്ക് സത്യമോദി തരുന്ന ഗുരുജനമാണ്, ഗുരുദേവാണ്. ഇതാണ് എൻ്റെ ഉറച്ച തീരുമാനം എന്ന് പറഞ്ഞ ഒരു 5 ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതിയത്രേ. ഇതാണ് നമ്മുടെ ഭാരതമപ്പ. ഈ ഐത്തത്തിൻ്റെ കർത്താക്കൾ ആരാ? ഭഗവാന്. ഇപ്പം അടുത്ത കാലത്ത് ഇപ്പം എന്താ ഐത്തം ഉണ്ടാക്കിയതുപോലെ ജല്ലിക്കെട്ടും വേണം. എന്താ അത് വളരെ വിശേഷപ്പെട്ടത്. ഓരോരുത്തർക്കും ഓരോ വികാരമായിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരെ കൊല്ലിക്കുന്നതാണത്. മനുഷ്യർ മരിച്ചു, അനവധി ആൾക്കാർ കൊമ്പ് കൊണ്ട് കോർത്തു വയറ്റത്ത് കുത്തി. എന്താ ഇതിനർത്ഥം? ഒന്നാമത് മൃഗങ്ങളെ പീഡിപ്പിക്കുക, രണ്ടാമത് നമ്മുടെ ഹൈക്കോർട്ടിൽ ഈ ശബരിമല ദർശനം, ഇത് വാസ്തവത്തിൽ നമ്മുടെ മതപ്രവർത്തനവും മതാധികാരവും ഒക്കെ ഉള്ളതാ. അതിൽ കോർട്ട് ഇടപെടരുത്.
അപ്പം നമ്മുടെ രാധാകൃഷ്ണൻ ജഡ്ജാണെന്ന് തോന്നുന്നു, അദ്ദേഹം ചോദിച്ചു അത്രേ, ചോദിച്ചു, ഞാൻ പേപ്പറിൽ കണ്ടതാണ്, മനുഷ്യർ മരിക്കുമ്പോഴും ഞങ്ങൾ ഇടപെടരുത് എന്ന് ചോദിച്ചു അത്രേ. പിന്നെ ആരാ ഇടപെടുക? സർക്കാരിൻ്റെ കീഴിലാണ് ഈ മരണം നടക്കുന്നത്. തിരക്കൊക്കെ വേണ്ടതുപോലെ ഭരിച്ചു കൊണ്ടു നടത്തേണ്ടത് സർക്കാരാണ്. ആ സർക്കാരിൻ്റെ കണ്ണിൻ്റെയും ലാത്തിയുടെയും മുമ്പിലാണ് ഈ മരണങ്ങൾ. അപ്പോൾ സംരക്ഷിക്കേണ്ടവർ സംഹർത്താക്കളായി നിൽക്കവേ ജുഡീഷ്യറിയുടെ സ്ഥാനം എന്താ? എവിടെ എക്സിക്യൂട്ടീവ് ഫെയിൽ ചെയ്യുന്നുവോ, എവിടെ പാർലമെൻറ്റിന് പിഴവ് സംഭവിക്കുന്നുവോ അത് ചൂണ്ടിക്കാട്ടി ശരിയല്ല എന്ന് കാണിക്കാനാണ് ഈ ജുഡീഷ്യറി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പം ശബരിമലയിൽ സ്ത്രീ പ്രവേശനമില്ല എന്നുള്ളത് ആര് പറഞ്ഞതാ? ഇവിടെ ഹിന്ദു സമാജത്തിൽപ്പെട്ട ഒരാളും പറഞ്ഞതല്ലാതെ ജസ്റ്റിസ് പരിപൂർണൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. അദ്ദേഹവും ഒരു സഹജഡ്ജുമായിട്ടുള്ള ബെഞ്ച് പറഞ്ഞതാ. ആ ബെഞ്ച് പറഞ്ഞതിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. കേൾക്കണം നിങ്ങൾ. എന്നിട്ട് ഇവർ പറയണു കോടതിയല്ല അത് പറയാൻ. കോടതി കൊണ്ട് പറയിപ്പിച്ചതാരാ? അതുവരെ സ്ത്രീകൾ പോയിക്കൊണ്ടിരുന്നു. അതിനാണ് അവിടെ 18-ാം പടി അല്ലാത്തൊരു പടി. ആ പടി കൂടി ആർക്ക് വേണമെങ്കിൽ പോയി കയറി ഇറങ്ങാം. 18-ാം പടി കയറിയവരും ഇറങ്ങുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം 3 ദിവസം താമസിക്കുന്നവരൊക്കെ ആ പടി ഉപയോഗിച്ചാണ് വന്നു പോവുക. അപ്പോൾ ഇപ്പോഴത്തെ ആ ആചാരം കോടതി നിശ്ചയിച്ച ആചാരമാണ്. അതറിയാൻ ആരുമില്ല. ജനങ്ങളൊക്കെ അറിയില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പറയുക. ഇത് ശരിയായൊരു വീക്ഷണം. ആ ശങ്കരാചാര്യൻ പറഞ്ഞത് തെറ്റാണ് കൂടെയുള്ളവർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഗുരുസ്ഥാനം കൽപ്പിച്ച് നമസ്കരിച്ച് തെറ്റ് തിരുത്തി എന്നുള്ളതാണ് വാസ്തവം. എവിടെ എന്ത് തെറ്റ് കണ്ടാലും ഉടനെ മനസ്സിലാക്കി പരിചിന്തനം ചെയ്ത് വിചാരം ചെയ്ത് തിരുത്തേണ്ട ചുമതല അന്നന്നത്തെ സമാജത്തിനും സമാജ ചിന്തകന്മാർക്കും ഉണ്ടപ്പാ. അതവർ നടത്തിയില്ലെങ്കിൽ, താനിരിക്കേണ്ടയിടത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ ചൂല് കയറിയിരിക്കും. അതാണ് നമുക്കുണ്ടാവാൻ പോണത്. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ലോകത്തിൽ എല്ലാവർക്കും ചിന്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല, പക്ഷെ കുറച്ച് പേരെന്തെങ്കിലും ഉണ്ടാവണം. നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത് നമ്മെപ്പോലെയുള്ള ആൾക്കാരാണ്, കുറച്ച് ആൾക്കാർ കൂടി. ഇപ്പോൾ ഭാരതത്തിൽ ബാക്കിയുള്ള ജനതയിൽ ആർക്കും ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? സർവ്വസാധനവും നിയമസിദ്ധാന്തങ്ങൾക്ക് വിധേയമാണ്. നിയമമാകട്ടെ ന്യായം, സത്യം, മര്യാദ, സദാചാരം, ഇതിലൊക്കെ അധിഷ്ഠിതമാണ്. തൽക്കാലം നമുക്ക് നിർത്തുക. എല്ലാവരും ഞാൻ ഈ പറഞ്ഞത് ഓർമ്മ വയ്ക്കില്ലേ? ആലോചിച്ചിട്ട് വേണം കിടക്കാൻ. എന്ത് ആ ഉണർവ് എന്ന് പറയുന്ന ഒരു ഘടകമേ നമുക്കിവിടെ ഉള്ളൂ. അതിലൊരു തരത്തിലുള്ള കൽപ്പനയോ ആരോപണമോ ശരിയല്ല. ആ ഉണർവാണ് നമ്മൾ ചിന്മാത്രമാണ് എന്നിങ്ങനെ ആലോചിച്ച് ഇവിടെ സംസാരിച്ചതിനെക്കുറിച്ച് മനസ്സൊന്ന് ഡിബേറ്റ് ചെയ്ത് നിങ്ങളെല്ലാവരും കിടന്നുറങ്ങും. കർത്തവ്യമസ്തി ന മമേഹന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതതസുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ഹരിഹി ഓം ഹരിഹി. എല്ലാവരും കൂടി കൂട്ടായി സമാപന ഓങ്കാരം ജപിക്കാം. ഇതാ ഒരു തപസ്സാണെന്ന് ഓർമ്മ വെച്ചോളൂ. എല്ലാവരും മുക്തകണ്ഠം. ഓ ഹരിഹി.